സണ്ണി ജോസഫ് വിളിച്ച് ഈ കാര്യത്തിലുള്ള പ്രതിഷേധം അറിയിക്കുകയും ഗവൺമെന്റ് ഈ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഉന്നയിക്കുകയും ചെയ്തു. അതിനുശേഷം 2 പരാതികൾ കേരളത്തിൽ കൊടുത്തു. KC വേണുഗോപാൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, കേരളത്തിലെ ഒരു MP രേഖാമൂലം പരാതി നൽകി. ഇതെല്ലാം ലഭിച്ചിട്ട് ഇന്നലെ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇന്നും ഈ പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അന്വേഷിച്ച് പോലീസ് ഒരു മിനിറ്റ് പോലും ഈ പ്രതിയെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഞങ്ങൾ ആ കാര്യം അന്വേഷിച്ചു. ഇന്നിപ്പോൾ സത്യത്തിൽ BJPക്കാർ പോലും ഈ സംഭവത്തെ പരസ്യമായിട്ട് ന്യായീകരിക്കാൻ വന്നില്ല. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്, CPMന്റെ മന്ത്രിമാരും MLAമാരും മുഖ്യമന്ത്രിയുടെ മൗനത്തിൽ സ്പീക്കർ ഉൾപ്പെടെ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന ഏറ്റവും നടുക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത്. ഇവരുടെ BJP ബാന്ധവത്തിന്റെ പരസ്യമായ പ്രകടനമാണിത്. ഇതിൽ അതിശക്തിയായ പ്രതിഷേധമുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം നമുക്കറിയാം, ത്യാഗമറിയാം. മഹാത്മജിയെ കൊല ചെയ്തവർ, ഇന്ദിരാഗാന്ധിയെ ഇല്ലായ്മ ചെയ്തത് നമ്മൾ കണ്ടു. രാജീവ് ഗാന്ധിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്കറിയാം. ആ കുടുംബത്തിന്റെ എല്ലാ പ്രയാസങ്ങളും കണ്ടറിഞ്ഞ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സംരക്ഷകനായി, വോട്ടവകാശത്തിന്റെ സംരക്ഷകനായി, പൗരാവകാശത്തിന്റെ സംരക്ഷകനായി, പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരത്തില് പരസ്യമായ ഒരു വധഭീഷണി ഉയർന്നിട്ട് കേരള സർക്കാർ അനങ്ങുന്നില്ല എന്നത് ഏറെ പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധമാണ് ഇന്ന് വൈകുന്നേരം UDF പഞ്ചായത്ത് തലങ്ങളിൽ പ്രകടനം നടത്തിക്കൊണ്ട് അതിശക്തമായ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. സ്പീക്കർ സ്വീകരിച്ച നിലപാട് ഞെട്ടിപ്പിക്കുന്നതാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ പേര് പോലും പരാമർശിക്കാൻ തയ്യാറായില്ല. ആരാണ് രാഹുൽ ഗാന്ധി എന്ന് കേരള സ്പീക്കറെ ഞങ്ങൾ പഠിപ്പിക്കണമോ? പേര് പോലും പറയാൻ തയ്യാറായില്ല. സാജു കൂടി ചേരുന്നു. ആദ്യം സാജുവിലേക്ക്. സാജു, ഈ പോലീസ് കേസെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ എത്രമാത്രം വസ്തുതയുണ്ട്? പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് 26-ാം തീയതിയാണ് ഈ ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ നിറയൊഴിക്കണമെന്ന ഭീഷണി പ്രസംഗമുണ്ടായത്. തൊട്ടടുത്ത ദിവസമായി 27-നും 28-നും സംസ്ഥാനത്തെ പല പോലീസ് സ്റ്റേഷനുകളുമായി പ്രതിപക്ഷം പരാതി നൽകി, കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകി. എന്നിട്ട് കേസെടുത്തത് ഇന്നലെയാണ്. ഇപ്പോഴും അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിയിട്ടില്ല. പ്രതിക്കൊരു നോട്ടീസ് നൽകാൻ പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സർക്കാർ വീഴ്ച വരുത്തുന്നു. സർക്കാർ പ്രതിയെ സംരക്ഷിക്കുന്നതിനായ നിലപാട് സ്വീകരിക്കുന്നു. ഇത് അവിശുദ്ധ ബന്ധത്തിന്റെ ഭാഗമാണ്. BJPക്കാരെ കേസുകളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. കുഴൽപ്പണ കേസ് അടക്കം, അതുപോലെ തന്നെ പൂരം കലക്കൽ അടക്കം ഉള്ളവ പരിശോധിച്ചാൽ ഇത്തരം ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സംഭവത്തെ പോലും തള്ളിപ്പറയാൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനാൽ ഈ കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകാത്തതിൽ ഒരു അവിശുദ്ധ ബന്ധമുണ്ട്. BJP നേതാവിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുകയാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. വളരെ ഗൗരവമായ വിഷയമായിട്ട് പോയതും നിസ്സാരമായിട്ടാണ് സർക്കാരിന് വേണ്ടി സ്പീക്കർ ഇന്ന് നിയമസഭയിൽ നിലപാടെടുത്തത്. അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതേസമയം സർക്കാർ ഇന്ന് നിയമസഭയിൽ ചോദിച്ച, പ്രത്യേകിച്ച് നിയമമന്ത്രി P. രാജീവ് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. കഴിഞ്ഞ 3 ദിവസം ഈ സഭയുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിന് അന്നൊന്നും ഇതിന്റെ ഗൗരവം ബോധ്യപ്പെട്ടില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന് അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസ് അവതരിപ്പിക്കാൻ പോലും സ്പീക്കർ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് നിയമസഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷം ചെയ്തത്. തുടർന്ന് സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിയുകയാണ് സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടായത്. മറ്റു വിഷയങ്ങളിലൊക്കെ അടിയന്തര പ്രമേയത്തിന് ഇപ്പോൾ അവതരണാനുമതി നൽകുക മാത്രമല്ല, അത് ചർച്ചയ്ക്കെടുക്കുന്ന രീതിയിലേക്ക് സർക്കാർ പോകുമ്പോഴാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെയുണ്ടായ വധഭീഷണിയെ നിസ്സാരവൽക്കരിക്കുന്നത് എന്നതുകൂടി പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അജിത്.